ശ്രീലത ചേച്ചി മാൽവേലിക്കരയിൽ നിന്ന് ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് വേഗം വായിക്കാം. ഒരു ചെറിയ നോട്ട് ബുക്കിൻ്റെ പേജിൽ അമ്മ മനോഹരമായിട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മമാരുടെ അനുഭവങ്ങൾ വായിക്കാനൊരു സുഖമാണ് കേട്ടോ. എൻ്റെ പേര് ശ്രീലത, മാവേലിക്കരയിലാണ് വീട്. ഞാൻ എഴുതുന്ന രീതി തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ത്രിമധുരം ഗ്രൂപ്പിൽ മഞ്ചാടിയുടെ കഥ പല ആവർത്തി വന്നിരുന്നു. എനിക്കും അതുപോലെ ഒരു മഞ്ചാടി കുഞ്ഞു കൊണ്ടു തന്നിരുന്നു കേട്ടോ. ഞാനത് അശ്രദ്ധയോടെ എവിടെയോ വെച്ചു. ഗ്രൂപ്പിലെ മഞ്ചാടിയുടെ മാഹാത്മ്യം ഓരോരുത്തരും പറയുന്നത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. ഭഗവാനെ, ആ മഞ്ചാടി എവിടെയാണ് ഞാൻ പ്രാർത്ഥിച്ചു വെച്ചത്? പിറ്റേ ദിവസം എൻ്റെ ഇളയ മകള് ഒരു മഞ്ചാടി കൊണ്ടു തന്നു. എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ പ്രതിമയ്ക്ക് അടുത്തുനിന്നാണെന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു കേട്ടോ. അത് ഞാൻ ചെപ്പിലെ ഭഗവാന്റെ അടുത്ത് തന്നെ വെച്ചു. ഈ അനുഭവം ത്രിമധുരത്തിൽ പറയണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. പക്ഷേ കണ്ണൻ എന്നോട് എന്തോ പിണക്കുള്ളത് പോലെ. ഗുരുവായൂരിൽ വന്നുള്ള അനുഭവം എഴുതാമെന്ന് വെച്ച് നീട്ടിയതാണ്. ഭഗവാന്റെ പിണക്കം മാറ്റാനാണ് ഞാനിത് എഴുതുന്നത് കേട്ടോ. തെറ്റുകൾ പുറത്ത് ഇത് വായിക്കണേ പ്ലീസ് എന്ന് ശ്രീലത. എന്താ കഥ? തെറ്റുകൾ പൊറുക്കേണ്ടതൊക്കെ ഭഗവാനല്ലേ, ഇതൊന്നും തെറ്റല്ലല്ലോ. ഇത് അമ്മ വലിയൊരു അനുഭവം പറയേണ്ടതിന് അതിൽ ചെറിയൊരു അനുഭവം പറയാമെന്ന് വെച്ചു, മാറ്റിവെച്ചു. പക്ഷെ ആ മഞ്ചാടിക്കൊരു അതൊരു പ്രത്യേകം തന്നെയാണല്ലേ. എത്ര അനുഭവങ്ങളാണ് നമ്മൾ മഞ്ചാടിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. അനുഭവങ്ങൾ തീരുന്നില്ല കേട്ടോ. എൻ്റെ ഇൻബോക്സിൽ വരുന്നവരൊക്കെ ക്ഷമിക്കുക, എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അടുപ്പിച്ച് ഒരു മടിയും കൂടാതെ ഓർമ്മിപ്പിക്കുന്നവരുടേതാണ് ഞാൻ വായിക്കുക. അല്ലാത്തവർ പലരും ഇട്ടേച്ച് പോവും. എത്ര കാലമായി ഓർമ്മിപ്പിക്കുന്നു, ഇയാളെന്താണ് ഈ കാണിക്കുന്നത്, ഒന്നും പറയുന്നില്ലല്ലോ, പറഞ്ഞത് തന്നെ പറയുന്നുണ്ടല്ലോ, പറഞ്ഞവരുടേതൊക്കെ എന്താണെന്നറിയോ? അവരെൻ്റെ ഇൻബോക്സിൽ വന്ന് ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ശല്യമല്ല, സ്നേഹത്തോടെയല്ല ശല്യം. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ ആളുകൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, മൂന്നോ നാലോ പേരുകൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഒക്കെ പറയണം. എന്താ കഥ ഇത്? നമ്മൾ തീരുന്നില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ശ്രീലത ചേച്ചിയുടെ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു.